ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊണ്ടാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്ന് പാചകം തുടങ്ങി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളിപ്പൂ ഒന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഉള്ളിപ്പൂ. ഉള്ളിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉള്ളിപ്പൂവും എനിക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ കുറേ നാളായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. വീഡിയോ എപ്പോഴും ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷേ പറ്റില്ല എന്ന് വെച്ചാൽ മടിയാണ് മെയിനായിട്ടുള്ള കാരണം. എഡിറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മടിയാണ്. ഒന്നാമത്തെ കാര്യം തന്നെ ഞാൻ ഭയങ്കര മടിച്ചിയാണ്. അങ്ങനെ നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് കണവയാണ് കേട്ടോ. അപ്പോൾ കണവയൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കണവ കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കാണ്. കൂന്തലെന്നും പറയും, കണവയെന്നും പറയും. പിന്നെ വേറെന്തോ പേര് പറയുമെന്ന് എനിക്കറിയില്ല. അതിലേക്ക് നമുക്ക് അരപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടി വെക്കാം. അങ്ങനെ കുറച്ച് നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കടുവറുത്ത് വറ്റൽമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടേക്കാം. നന്നായിട്ട് വരട്ടിയിട്ട് അതിന് ശേഷം നേരത്തെ നമ്മൾ പുരട്ടി വെച്ച കൂന്തലും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കല്ലേ, വെള്ളം എല്ലാത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക, കാരണം മടിക്ക് പിടിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ അടിപൊളി ഒരു കൂന്തൽ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓരോട്ടൊന്നും ഉണ്ടാക്കി നോക്കണേ. ആ സമയത്ത് മീഷോയിൽ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. തമ്പൂസ് വെയിലുണ്ടായിട്ട് തമ്പൂസാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ 2-3 സംഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്കുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണോ എന്ന് അയാൾ നോക്കുവാണ് കേട്ടോ. അവൻ്റെ മുഖത്ത് ആ പുച്ഛം കണ്ടില്ലേ, അത് അവനുള്ളതല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവൻ്റെ ആ പുച്ഛം. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന കത്രിക അങ്ങ് ചള്ളായിട്ട് 2-3 വർഷമായി. പക്ഷെ അത് മൂർച്ച നന്നായിട്ടുണ്ട്. എന്നാലും ഒരു പരുവായി. ഇപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീഡിയോ ചെയ്യാറില്ല കേട്ടോ. ഇതാണ് എൻ്റെ എൻ്റെ സ്ഥിരം പരിപാടി. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് രണ്ടും മേടിക്കുന്നത്. ഇത് കട്ട് ചെയ്യുന്നതും മറ്റേ നമ്മൾ ചിദംബരമൊക്കെ കളയത്തില്ലേ മീൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ കൂന്തൽ തോരൻ എന്തായാലും നോക്കാം. അപ്പോൾ സെറ്റായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചേക്കാം. അപ്പോൾ ചോറ് കഴിക്കാനായിട്ട് ഇന്ന് ഉള്ളിപ്പൂവിൻ്റെ തോരനും പിന്നെ നല്ല കണവത്തോരനും പിന്നെന്താ ഇന്നലത്തെ മീൻകറി നല്ല കട്ട തൈരുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഊണ് കുശാൽ.